ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി റദ്ദാക്കിയതിന് പിന്നാലെ കോൺഗ്രസിന് വീണ്ടും കുരുക്ക്. അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തുക നിലനിർത്താൻ ആദായ നികുതി ട്രിബ്യൂണൽ അപ്പലേറ്റ് നിർദ്ദേശം നൽകിയതായി കോൺഗ്രസ് വ്യക്തമാക്കി. 115 കോടി രൂപ അക്കൗണ്ടിൽ നിലനിർത്തണമെന്നാണ് ആവശ്യം. എന്നാൽ അത്രയും തുക അക്കൗണ്ടിൽ ഇല്ലെന്നും അതിനർത്ഥം തുക മുഴുവൻ മരവിപ്പിച്ചു എന്നാണെന്നും കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞു. അക്കൗണ്ട് മരവിപ്പിക്കലിനെതിരെ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് നാളെ രാജ്യവ്യാപക മാർച്ച് നടത്തും. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ഇപ്പോൾ എന്താണ് പുതിയ കുരുക്ക്? അക്കൗണ്ടിൽ നിന്ന് തുക പിൻവലിക്കാമെന്ന നിർദ്ദേശം വന്നെങ്കിലും അത് കൂടുതൽ കുരുക്കായി മാറിയിരിക്കുന്നു എന്നാണ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്? വിവിധ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം 4 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരുന്നത്. ഈ 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ 2018-19 കാലഘട്ടത്തിൽ 45 ദിവസം വൈകി റിട്ടേൺ ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട പിഴ ഉൾപ്പെടെയാണ് ഈ അക്കൗണ്ട് മരവിപ്പിച്ചത്. 210 കോടി രൂപ പിഴ ചുമത്തിയിരുന്നു. പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പീൽ, അതായത് ആദായ നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ കോൺഗ്രസ് സമീപിച്ചത്. അവിടെ വെച്ച് ഈ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി റദ്ദാക്കിയിരുന്നു. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായത്, ഈ ഫ്രീസ് ചെയ്ത നടപടി റദ്ദാക്കിയതിന്റെ ഒപ്പം തന്നെ 115 കോടി രൂപ ഈ അക്കൗണ്ടിൽ നിലനിർത്തണം എന്നൊരു ക്ലോസ് കൂടി അതിൽ അപ്പലേറ്റ് ട്രിബ്യൂണൽ വെക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് ഇതിൽ വ്യക്തമാക്കുന്നത് ഇത് തീർച്ചയായും ഒരു ഫ്രീസിന് സമാനമാണ്. കാരണം ആ അക്കൗണ്ടിൽ 115 കോടി രൂപ ഇല്ല. അങ്ങനെ ഇല്ലാത്തൊരു അക്കൗണ്ട്, പ്രത്യേകിച്ച് ഈ 115 കോടി രൂപ നിലനിർത്തണം എന്ന് പറയുമ്പോൾ ആ അക്കൗണ്ടിലുള്ള ഒരു പൈസ പോലും വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ട്രിബ്യൂണലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവികമായ ഒരു ഫ്രീസിംഗ് തന്നെയാണ് എന്താണ് ഇപ്പോൾ അജയ് മാക്കൻ ഉൾപ്പെടെയുള്ള, അജയ് മാക്കൻ AICC ട്രഷറർ കൂടിയാണ്, അദ്ദേഹം ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഇതിൽ ബുധനാഴ്ച വീണ്ടും അപ്പൽ ട്രിബ്യൂണൽ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിലേക്ക് പോകാൻ പോകുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര നടക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ AICC ആസ്ഥാനത്ത് നിരവധി ജീവനക്കാരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി ആവശ്യങ്ങൾ പാർട്ടിയെ സംബന്ധിച്ച് പലതരമായി ഉണ്ട്. ഇതൊന്നും നിറവേറ്റാൻ ഇപ്പോൾ ഈ അക്കൗണ്ട് ഫ്രീസിംഗിലൂടെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അപ്പലേറ്റ് ട്രിബ്യൂണലിന് പോലും ഒരു തീരുമാനം ഉണ്ടായെങ്കിൽ പോലും ആ തീരുമാനത്തിൽ പോലും കഴിയാത്ത സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഉള്ള ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്താണ് കോൺഗ്രസ് ഇതിൽ ആരോപിക്കുന്നത്. എന്താണെങ്കിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കും. ഇന്നിപ്പോൾ ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ആ പ്രതിഷേധ മാർച്ച് അക്രമസക്തമാവുകയും DV ശ്രീനിവാസ് അടക്കമുള്ളവരെ അറസ്റ്റ് നീക്കുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്കും അതോടൊപ്പം തന്നെ വലിയ സമ്മർദ്ദത്തിലേക്കുമാണ് പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അക്കൗണ്ട് മരവിപ്പിച്ചതോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നൽകിയ ചെക്കുകൾ പോലും ബാങ്കുകൾ സ്വീകരിക്കാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ഈ തീരുമാനം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും രാഷ്ട്രീയ പകപോക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായത്. പ്രത്യേകിച്ച് 2018-19 കാലഘട്ടത്തിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ നടപടി ഉണ്ടായത് എന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതായത് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് നാളെ കോൺഗ്രസ് രാജ്യവ്യാപക മാർച്ച് നടത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.